നമസ്കാരം. ശ്രീരാമ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് ഭഗവാൻ പ്രപഞ്ചനാഥനായ പരമേശ്വരൻ്റെയും ജഗദംബികയായ മഹാലക്ഷ്മിയുടെയും പാതാരവിന്ദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഭഗവത് വചനപ്രകാരം സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ നവഗ്രഹങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. അവരെ സാക്ഷി നിർത്തി നമ്മൾ ഇന്നത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊല്ലവർഷം 1201 പുണ്യമായ കർക്കിടക മാസം 1-ാം തീയതിയാണ് നാളെ നമ്മളെ കാത്ത് വരാൻ പോകുന്നത്. ഭഗവാൻ സൂര്യൻ മിഥുനം രാശിയിലെ യാത്ര കഴിഞ്ഞ് തൻ്റെ സുഹൃത്തായ ചന്ദ്രൻ്റെ മനസ്സാകുന്ന കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്ന പവിത്രമായ സംക്രാന്തി ദിനം. ദക്ഷിണായന പുണ്യകാലത്തിൻ്റെ തുടക്കം കൂടിയാണ് നാളെ മുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുദിനത്തിൽ ആകാശത്ത് സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ വിന്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് ഭൂമിയിൽ ചില മാറ്റങ്ങളെ നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ സംക്രാന്തി പുണ്യം കൊണ്ട് ജന്മാന്തരങ്ങൾ കൊണ്ടുണ്ടായ ദുരിതങ്ങൾ പോലും മാറി ഭാഗ്യം കൊയ്തെടുക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ശാസ്ത്രവിധി പ്രകാരം എങ്ങനെയാണ് നാളത്തെ ദിവസം മുതൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. നാളെ ജൂലൈ മാസം 17-ാം തീയതിയാണ്. ദിവസം അറിയാമല്ലോ, വെള്ളിയാഴ്ച. അമ്മ പരാശക്തിക്ക്, അതായത് ഭഗവതിക്ക് അതീവ പ്രാധാന്യമുള്ള വെള്ളിയാഴ്ചയാണ്. കൂടാതെ കർക്കടക മാസപ്പിറവി. ഇത് രണ്ടും കൂടി ഈ ഒന്നിച്ചു വരുന്നത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹം എന്ന് തന്നെയാണ് ജ്യോതിഷപ്രകാരം പറയാനായിട്ടുള്ളത്. അപ്പോൾ നാളത്തെ നക്ഷത്രം വരുന്നത് ജ്യോതിഷത്തിൽ സിംഹാസന പദവിയുള്ള പിതൃക്കളുടെ ആധിപത്യമുള്ള മകം നക്ഷത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാലഗണന കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ മകം നക്ഷത്രം നിലവിൽ ഇപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ വൈകുന്നേരം ഒരു കൃത്യമായി പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് വരെയാണ് ആകാശത്ത് മകം നക്ഷത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശോഭിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനുശേഷം പ്രകൃതി പൂര നക്ഷത്രത്തിലേക്ക് വഴിമാറ്റം നടത്തുന്നുണ്ട്. തിഥി വരുന്നത് ശുക്ലപക്ഷ തൃതീയയാണ്. അപ്പോൾ ജ്യോതിഷ വചനപ്രകാരം മകം പിറന്ന മങ്ക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് മകം ജഗതി പ്രശസ്തം എന്നാണ് പറയുന്നത്. അതായത് രാജകീയമായ കാര്യങ്ങളോടുകൂടി പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിന്, ഇല്ലങ്ങളിലും വീടുകളിലുമൊക്കെ ഭഗവതി സേവ തുടങ്ങുന്നതിനും ഇതിനൊക്കെ ഇതിലും മറ്റു ഫലപ്രദമായൊരു മുഹൂർത്തം തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ദിവസവും ഭാഗ്യവുമാണ് നാളത്തെ ദിവസം. ഈ വർഷത്തിൽ തന്നെ വേറൊരു സമയം ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഗൃഹങ്ങളിൽ, ഇല്ലങ്ങളിലൊക്കെ പൂജകൾ തുടങ്ങുന്നതിനൊക്കെ വളരെയേറെ ശുഭകരമായ ഒരു സമയം കൂടിയാണ്. ഇനി നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ അവിടെ 9 ഗ്രഹങ്ങൾ നാളെ എങ്ങനെയാണ് വിന്യസിക്കപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങളെ. ജഗത് ചക്ഷുസായ ഭഗവാൻ സൂര്യൻ നാളെ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിൽ ഇതിനെയാണ് നമ്മൾ കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ അറിയാമല്ലോ, ചന്ദ്രദേവൻ നമ്മുടെ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ആളാണ്. അപ്പോൾ ചന്ദ്രദേവൻ നാളെ പൂർണ്ണമായും സിംഹരാശിയിൽ അഥവാ നമ്മളുടെ ചിങ്ങം രാശിയിലായിരിക്കും. ഇനി ചൊവ്വ ക്രൂരഗ്രഹമൊക്കെ ആണെങ്കിലും നാളെ ചൊവ്വ തൻ്റെ സ്വന്തം വീടായ മേടം രാശിയിൽ സ്വക്ഷേത്ര ബലത്തോടെ അതീവ ശക്തിമാനായിട്ട് നിൽക്കുന്ന ദിവസമായിരിക്കും. ഭൗമൻ എന്ന് പറയുന്ന ഗ്രഹം, അതായത് ചൊവ്വ. അത് വലിയൊരു ധീരതയാണ് നമ്മളുടെ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യർക്ക് പ്രചോദനമായി നൽകാൻ പോകുന്നത്. ഇനി സൗമ്യനായൊരു ഗ്രഹമുണ്ട്, അതായത് ബുധൻ. ബുദ്ധികാരകനായ ബുധൻ നാളെ സൂര്യനോടൊപ്പം കർക്കിടകത്തിൽ ബുധാദിത്യ യോഗമായിട്ടായിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി വ്യാഴം, അതായത് നമ്മുടെ ഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം, ജീവകാരകനായ ദേവഗുരു നാളെ മിഥുനം രാശിയിൽ ഭദ്രമായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. ഇനി ശുക്രൻ, അതായത് ഭാർഗവൻ, അസുരഗുരുവും ലക്ഷ്മി പ്രീതികവുമായ ശുക്രൻ നാളെ ചന്ദ്രനോടൊപ്പം ചിങ്ങം രാശിയിൽ സംയോഗം ചെയ്യുന്ന ദിവസവും. ഇനി ശനി, അതായത് നമ്മൾ മെല്ലപ്പോക്കിൻ്റെ ആളെന്ന് പറയുന്ന ശനിദേവൻ, കർമ്മസാക്ഷിയായ ശനി ഭഗവാൻ സ്വന്തം രാശിയായ കുംഭത്തിൽ വക്രഗതിയിലല്ലാതെ കഠിനമായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇനി നിഴൽ ഗ്രഹങ്ങളുടെ കാര്യം പറയുമ്പോൾ രാഹു കേതുക്കൾ, സർപ്പഗ്രഹങ്ങളായ രാഹു നാളെ കുംഭത്തിലും അതേപോലെ കേതു നാളെ ചിങ്ങത്തിലുമായിരിക്കും നാളത്തെ ദിവസം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ വിന്യാസം പ്രപഞ്ചത്തിലൊരു വലിയ ആത്മീയ ഊർജ്ജത്തെയാണ് ഓരോ ദിവസങ്ങളിലും പ്രദാനം ചെയ്യുന്നത്. നമ്മൾ നാളത്തെ ദിവസം പറയുമ്പോൾ നാളെ വളരെയധികം ആത്മീയ ഊർജ്ജ പ്രവാഹം ഭൂമിയിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ ഒരു ദിവസം കൂടിയാണ്.
അപ്പോൾ ആകാശത്ത് ഈ മാറ്റം വരുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിനും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ യഥാ പിണ്ഡി തഥാ ബ്രഹ്മാണ്ഡ എന്ന് പറയാറുണ്ട്. അതിൽ പ്രമാണമായി പറയുന്നതാണ്. അതായത് പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നുണ്ടോ അത് മനുഷ്യരായ നമ്മളിലേക്കും അതിൻ്റെ പ്രതിഫലനം വന്നു ചേരും. ഒന്നാമതായി സൂര്യൻ കർക്കിടകത്തിൽ എത്തുന്നതോടെ പ്രകൃതിക്ക് തന്നെ ഒരു ഭാവമാറ്റം സംഭവിക്കുന്നുണ്ട്. വർഷകാലം അതിൻ്റെ പൂർണ്ണതയിലെത്തും. ഭൂമി തണുക്കും, പച്ചപ്പ് നിറയും. അതേപോലെ നമ്മുടെ ശരീരത്തിലെ അഗ്നിബലം അല്പം കുറയുന്ന സമയമായതിനാൽ ഈ മാസം നമ്മൾ ഔഷധക്കഞ്ഞി, അതേപോലെ കർക്കിടക കഞ്ഞി ഇതൊക്കെ കുടിക്കണമെന്ന് പറയാറുണ്ട്. പഴമക്കാർ പറയുന്നത് നമ്മളത് ഓരോ അർത്ഥതലം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. എന്തുകൊണ്ടാണ് അവർ ഔഷധക്കഞ്ഞി സേവിക്കാൻ കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കിതിലൂടെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ചന്ദ്രനും ശുക്രനും ചിങ്ങം രാശിയിൽ ഒന്നിച്ചു നിൽക്കുന്നതിനാൽ മനുഷ്യരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഭക്തിയും കരുണ, ഇന്നത്തെ കാലത്ത് കരുണ ആകെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഗ്രഹങ്ങൾ നമ്മളിലേക്ക് കരുണ, ഭക്തിയെ പ്രദാനം ചെയ്യുന്നുണ്ട്. അധർമ്മ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറുകയും നല്ല ഈശ്വര ചിന്ത വരികയും വീടുകളിൽ രാമായണ ശീലുകൾ മുഴങ്ങുമ്പോൾ ആ അന്തരീക്ഷം തന്നെ അങ്ങോട്ട് നെഗറ്റീവ് ഊർജ്ജങ്ങളെ അപ്പാടെ മാറ്റിയിട്ട് ചൊവ്വയുടെ ബലം ഉള്ളതിനാൽ തന്നെ ജനങ്ങളിൽ ഒരു വളരെയധികം ആവേശമുണ്ടാകും, ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ഇന്നേ വരെ ലേസിയായിട്ടിരുന്ന ആളുകളാണെങ്കിൽ പോലും നാളത്തെ ദിവസം പ്രത്യേകമായ ഒരു ഉന്മേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക, ഗ്രഹങ്ങളുടെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിലേക്കും ചെലുത്തപ്പെട്ടു എന്ന്. ഇനി ഈ ഗ്രഹങ്ങളുടെ ഈ അനുഗ്രഹ വിന്യാസം നാളത്തെ ദിവസം നമുക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളെയൊക്കെ അല്ലെങ്കിൽ കാര്യവിജയത്തിനെ, ധനലാഭത്തിനെയൊക്കെ നൽകുന്നുണ്ട്. അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വരാൻ പോകുന്നത് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നിങ്ങളുടെ രാശിയിൽ ചന്ദ്രനും ശുക്രനും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിക്കാത്ത വഴിയിലൂടെ ധനം വന്നു ചേരുകയും ശരീരത്തിനൊരു സുഖം, മനസ്സിന് ഒരു സമാധാനം ഇതൊക്കെ ഉണ്ടാകുന്നതായ ഒരു ദിവസമായിരിക്കും. തൊഴിൽ മേഖലയിലും നല്ല രീതിയിൽ നാളത്തെ ദിവസം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ചില അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. ഇനി അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിക്കാർക്കും ചൊവ്വ ഭഗവാന്റെ പൂർണ്ണബലം ഉള്ളതിനാൽ പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ ഒക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം തടസ്സങ്ങൾ മാറി വഴി തെളിയും. ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും നാളെ അനുകൂലമായ മറുപടി അതുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാർക്ക് 9ാം ഭാവത്തിലെ ഈ ഒരു ഗ്രഹബലം കൊണ്ട് ഭാഗ്യദേവത നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഒരു തുടക്കം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ നാളായി മുടങ്ങിക്കിടന്ന കുടുംബപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളോ ഒക്കെ നാളെയോടുകൂടി നിങ്ങൾക്ക് അനുകൂലമായ മറുപടിയൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് നാളെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. മുൻപ് ആർക്കെങ്കിലും കടം കൊടുത്തതായ പണമൊക്കെ തിരികെ ലഭിക്കാനും അതേപോലെ ഉന്നത വ്യക്തികളുമായി കണ്ട് സംസാരിക്കാനും അവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയും ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ വീണ്ടും പറയുന്നു, ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് കരുതി ജാഗ്രതയും വളരെ അത്യാവശ്യമാണ്. അതിലൊരു കുറവും വരുത്താൻ പാടില്ല. അപ്പോൾ ശാസ്ത്രവിധി പ്രകാരം നാളത്തെ രാഹുകാല സമയം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വെള്ളിയാഴ്ചയാണ്. 10 മണി കഴിഞ്ഞ് 44 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 12 മണി 27 മിനിറ്റ് വരെയാണ് നാളെ രാഹുകാലം വരുന്നത്. അപ്പോൾ കർക്കിടക 1 ഈ ശുഭദിനം പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാനോ ഒപ്പിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 1.5 മണിക്കൂർ സമയം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ധൃതി പിടിച്ച് ചെയ്യരുത്. ചെയ്താൽ അത് വിനയായിട്ട് മാറും. കാരണം രാഹു ദോഷകാരകനാണ്, കാര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പോവുക. ഇനി കർക്കിടക മാസപ്പിറവിയാണ്. വീടും പരിസരവും ഒക്കെ ശുദ്ധമാക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാനായിട്ട് മടിയുണ്ടാകരുത്. പരദൂഷണവും ദേഷ്യവും ഒക്കെ നാളത്തെ ദിവസം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. വലിയൊരു ഭാഗ്യ ദിവസം നമ്മളിലേക്ക് നാളെ കടന്നു വരികയാണെന്ന ഒരു ബോധം എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ പുണ്യമാസത്തിൻ്റെ 1-ാം തീയതി നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നിറയാനായിട്ട് ഒരു ലളിതമായ പരിഹാരം കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് നാളെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയോടുകൂടി നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി അങ്ങോട്ട് ശുഭകരമായിട്ട് തുടക്കം നടത്തുക. കൂടാതെ ലക്ഷ്മി ഭഗവതിയെയും ഗണപതി ഭഗവാനെയൊക്കെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണത്തിലെ ബാലകാണ്ഡം എടുത്ത് ഭക്തിയോടെ ഒന്ന് നാളെ പാരായണം ചെയ്യുക. മുതിർന്നവരുടെ കാലിൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുക. ഇതൊക്കെ നിങ്ങളുടെ സകല ദോഷങ്ങളെയും ഭസ്മീകരിച്ച് കർക്കിടക മാസം മുഴുവൻ വലിയ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്നു ചേരാൻ
ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജ്യോതിഷ വചനങ്ങൾ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. നന്ദി.